ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോട് കൂടെ തന്നെ അതേ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു മേഖലയിൽ, അതും വൈറ്റ് ഹൗസിൽ ഈ വമ്പന്മാരെല്ലാം ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു അക്രമി കയറി എന്നുണ്ടെങ്കിൽ അതൊരു, കാരണം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ അതൊരു സുരക്ഷാ വീഴ്ചയാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. ട്രംപിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പിന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ രേണുക പറഞ്ഞ പോലെ തന്നെ ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ അറ്റംപ്റ്റ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ചെവിയിൽ വെടികൊണ്ടു, ചോര പൊടിഞ്ഞു. ആ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് അതിൽ നിന്നും ഡൊണാൾഡ് ട്രംപിന് ഒരുപാട് മൈലേജ് കിട്ടി. ഇയാളെ ആക്രമിക്കുമ്പോൾ ആ ഒരു സിമ്പത്തറ്റിക് വേവിലേക്ക് ഇദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 3-4 മാസം കഴിഞ്ഞ് ഗോൾഫ് കോഴ്സിൽ വെച്ചിട്ട് ഒരാൾ ഉള്ളിയെ വെടിവെക്കാനായിട്ട് ശ്രമിച്ചു. അത് പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ട്രംപിന്റെ അഗെയിൻ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആ സിമ്പതിയാണ് കൂടുതൽ വർദ്ധിക്കുന്നത്. ഇപ്പോൾ ട്രംപിന്റെ പോപ്പുലാരിറ്റി അവിടെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഈ യുദ്ധം കഴിഞ്ഞിട്ടും ട്രംപിന്റെ ഓരോ നടപടികളും ഓരോ സ്റ്റേറ്റ്മെന്റും അതിൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയതിനെ അമേരിക്കയെ സമ്പൂർണ്ണമായിട്ടും അപലപിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ റാം ഇമ്മാനുവൽ 2028 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിരിക്കും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്. അദ്ദേഹം ട്രംപിനെ വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാക്കിയതിനെ കുറിച്ച്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള തിരിച്ചടി നേരിട്ട് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നവംബറിൽ ഇലക്ഷൻ വരെയാണ്. അപ്പോൾ അതിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് പുറത്താക്കപ്പെടും. ഇപ്പോൾ എന്ത് വില കൊടുത്തും ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. എന്ത് വൃത്തികെട്ട പണി കാണിച്ചാലും, എന്ത് നീചവൃത്തി കാണിച്ചാലും ഈ അധികാരത്തിൽ കടിച്ചു തൂക്കാൻ വേണ്ടി ട്രംപ് കാണിക്കും എന്നുള്ളത് സ്പഷ്ടമായതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമല്ല എന്ന് സംശയിച്ചാൽ ഒരു കാരണവശാലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഈച്ച പോലും അവിടുത്തെ സെക്യൂരിറ്റി അറിയാതെ വൈറ്റ് ഹൗസിനുള്ളിലേക്ക് കടന്നു കയറാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല.